വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഫസ്റ്റ് 2 ദിവസം പിന്നെ ഈവനിങ് വരെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും, റിവിഷൻ എടുക്കുമ്പോൾ പിന്നെ പറഞ്ഞു ഇനി മുതൽ ഉച്ചവരെ ആവുന്നുണ്ട്. ഇപ്പോൾ എപ്പോൾ ഉച്ചവരെ വരുന്നതുകൊണ്ട് എനിക്ക് അധികം ഞാൻ റീൽ ഇടുന്നുണ്ട്, അധികം വീഡിയോ ഇപ്പോൾ ഇടുന്നില്ല. പഠിക്കണ്ടേ, എക്സാം നല്ല വൃത്തി പഠിക്കണ്ടേ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആണില്ലേ, അപ്പോൾ ഞാൻ അതിൽ നമുക്ക് കാണാം. അപ്പോൾ എനിക്ക് ഇന്ന് അമ്മ പായസം ആക്കിയിരുന്നു. എനിക്ക് ഫുൾ റെസിപ്പി എടുക്കാൻ പറ്റിയില്ല, കുറച്ച് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കുറച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഫുൾ വീഡിയോമായി ആദ്യം നല്ല വൃത്തി വരുന്നതായിരിക്കും. പായസം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ അപ്പുറം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് കാണണം. നമ്മൾ കഴുകി വെച്ച ഉണക്കലരി കുക്കറിലേക്ക് ഇട്ട് 2 ഗ്ലാസ് വെള്ളം, അതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് കത്തിച്ച് 4 വിസിൽ അടിക്കണം. ഉണക്കലരി പായസം എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, എനിക്ക് ഇഷ്ടമാണ്. ഉണക്കലരിനെ കൊണ്ട് വെച്ച പായസം നല്ല ടേസ്റ്റ് അല്ലേ. വേവിച്ച ഉണക്കലരി നമ്മൾ വലിയ പാത്രത്തിലോട്ട് ഇടുക. പായസത്തിന് വേണ്ടിയുള്ള പകുതി പാല് ഉണക്കലരിയിലോട്ട് ഒഴിച്ച് നല്ലോണം തിളപ്പിക്കണം. ഇതിന് സാബൂനരി കഴുകി വേവിച്ചിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇതിലെ സാബൂനരിയും ഉണക്കലരിയും നല്ലോണം വെന്തായാൽ ബാക്കിയുള്ള പാല് അതിലോട്ട് ആഡ് ചെയ്യുക. എല്ലാം നല്ലോണം വെന്താവുമ്പോൾ നമ്മൾ ഇതിൽ പഞ്ചസാര ഇടുക. ഇതിലത്തെ ഉണക്കലരിയും സാബൂനരിയും എല്ലാം നല്ലോണം മിക്സ് ചെയ്യുക. കുറച്ച് കുറുകി വരുമ്പോൾ ഇതിലേക്കിനി മിൽക്ക് മെയ്ഡും ഏലക്കായ് പൊടിച്ചതും ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇത് നല്ലോണം വെന്തും കുറുകിയും വരുമ്പോൾ ഒരു പച്ച തേങ്ങേൻ്റെ പാല് ആഡ് ചെയ്യുക. തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് തിളക്കാൻ പാടില്ല. തിളച്ച് വരുന്നതിന് മുമ്പേ തീ ഓഫാക്കുക. ലാസ്റ്റ് നെയ്യിൽ വഴറ്റിയ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിൽ ആഡ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പായസം റെഡിയായി. അണ്ടിപ്പരിപ്പ് മുന്തിരിൻ്റെ എനിക്ക് ഇടുന്നത് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. അന്ന് ഞാൻ നട്ട ചെടിയാണ് ഇത് രണ്ടും. എൻ്റെ വീഡിയോ കണ്ടവർക്കെല്ലാം ഓർമ്മയുണ്ടാവുക. അപ്പോൾ എല്ലാം നല്ല വൃത്തി വളർന്നു. ഞാൻ എപ്പം വെള്ളം ഒഴിക്കാറുണ്ട്. കറ്റവാഴന്ന് പനിക്കൂർക്കയും കറ്റവാഴയിലൊന്ന് നല്ല പിന്നെ കുറച്ചേ ഉണ്ടായില്ലോ, അതിലിപ്പം നല്ല വൃത്തി വളർന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചേ ഇല്ലു, ഷോർട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പായസം ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവരും
ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുമ്പോഴുള്ള പായസമാക്കുന്നതും എല്ലാം അറിയാത്തവരെല്ലാം നോക്കുക. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും, അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും.